കേരള യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത കോളേജിന്റെ ക്യാമ്പസിൽ നിന്ന് യൂണിവേഴ്സിറ്റിയെ അറിയിക്കാതെ നടത്തുന്ന കരിമണൽ ഖനനവും കൊള്ളയും. ഇതിനെതിരെ മുൻ ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ CR വിനോദ് കുമാർ പ്രതികരിക്കുന്നു. ചേർത്തലയിലെ മണൽ കൊള്ളയെ സംബന്ധിച്ച പല കാര്യങ്ങളും ഇതിനു മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ വരാൻ കാരണം ഇന്നലെയും ഇന്നുമായി JCB കൊണ്ട നിർത്തി അനുസ്യൂതമായി മണൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ കോളേജിൻ്റെ കാമ്പസിൻ്റെ വടക്കുവശയുള്ള ഇടവഴിയിലൂടെ കയറി കാമ്പസിൽ നിന്നും മണൽ വാരുന്നു, പുറത്തുള്ള NSSൻ്റെ വകയായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു. അവിടുന്ന് JCBയും ലോറിയും കൊണ്ട് നിർത്തി നിരന്തരമായി മണ്ണ് നീക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കെട്ടിടം പണിയാനെന്ന വ്യാജേന കോളേജിൻ്റെ കാമ്പസിൻ്റെ പുറത്തുള്ള NSSൻ്റെ ഭൂമിയിൽ നിന്ന് മണൽ വാരിക്കൊണ്ടുപോയി. അന്ന് മതിൽ പണിയാൻ എന്ന് പറഞ്ഞ്, കെട്ടിടം പണിയാൻ എന്ന് പറഞ്ഞ് മണൽ വാരിക്കൊണ്ടു പോവുക. ഇതിൻ്റെ അനന്തരഫലം കോളേജിൻ്റെ കാമ്പസിനുള്ളിൽ കുറേ വർഷങ്ങളായി നീണ്ട ചതുപ്പുകൾ രൂപപ്പെട്ടു, വലിയ കുളങ്ങൾ രൂപപ്പെട്ടു. ആരെയും കാമ്പസിനകത്തേക്ക് പ്രവേശിക്കാത്ത വിധത്തിൽ ചുറ്റോട് ചുറ്റും മതിൽ കെട്ടി, മതിലിൻ്റെ പൊക്കത്തിൽ തകിട് കൊണ്ട് വീണ്ടും ഫെൻസിങ് നടത്തി ആണ് ഈ കാട്ടുകൊള്ള നടക്കുന്നത്. 25-ൽ ഒരു അനുമതിയോടുകൂടിയാണ് കുറച്ച് മണ്ണ് നീക്കിയത്. അതിനു മുമ്പ് 10 വർഷത്തോളമായി തുടർച്ചയായി ഈ കോളേജിൻ്റെ പരിസരത്തു നിന്ന് മണൽ നീക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വന്നപ്പോൾ അദ്ദേഹം കാണുമ്പോൾ ഒരു വലിയ മല കണ്ടു കഴിഞ്ഞാൽ എത്ര ടൺ പാറ അതിൽ നിന്ന് പൊട്ടിച്ച് നീക്കാം, വെളുത്ത മണൽ കൂന കണ്ടു കഴിഞ്ഞാൽ എത്ര ടൺ മണ്ണ് അതിൽ നിന്ന് നീക്കം ചെയ്യാം, അതുപോലെ തന്നെ ശബരിമലയിൽ സ്വർണം കണ്ടു കഴിഞ്ഞാൽ മുരാരി ബാബുവിനെ എങ്ങനെ സംരക്ഷിക്കാം, പലതും നശിപ്പിച്ചു. അയ്യപ്പ കോളേജ് പോയി, കന്യാകുമാരി പ്രോപ്പർട്ടി പോയി, എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളും പോയി. ഇനിയിപ്പോൾ ഈ ചേർത്തല കോളേജിലെ മണലിലാണ് ശ്രദ്ധ വച്ചിരിക്കുന്നത്. മണൽ കൊള്ള കൊണ്ട് ചേർത്തല കോളേജിൻ്റെ അടിവാരം വരെ മാന്തിയാലും ഈ ക്രൂരമായ വിനോദത്തിൽ നിന്ന് പിന്മാറ്റാൻ ചേർത്തലയിൽ മഹാജനങ്ങളില്ലേ? ചേർത്തലയിലെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകളില്ലേ? കൊച്ചുരാമപ്പണിക്കരുടെ ബന്ധുക്കളില്ലേ? പണ്ട് വിവേകാനന്ദൻ പറയുമായിരുന്നു, എൻ്റെ കുഴിമാടത്തിൽ നിന്ന് എൻ്റെ അസ്ഥികൂടം എഴുന്നേറ്റും വരും. മൈ വെരി സ്കെൽട്ടൺ ഫ്രം ദ ഗ്രേവ് യാർഡ് വിൽ കം ഫോർവേഡ് ആൻഡ് മേക്ക് യു വർക്ക് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ മൺമറഞ്ഞു പോയ മഹാരഥന്മാരെല്ലാം ഇനി തിരിച്ചു വരേണ്ടിയിരിക്കുന്നു ഈ സംഘടനയെ നേരെയാക്കാൻ എന്നാണോ എല്ലാവരും കരുതുന്നത്? കോടതിയിൽ കള്ള ആഫ്ഡവിറ്റ് കൊടുത്തിട്ടാണ് ഈ മണൽക്കൊള്ള നടക്കുന്നത്. ഈ കേസ് സംബന്ധിച്ച് കേസ് നിലവിലുണ്ട്. നായർ സർവീസ് സൊസൈറ്റി കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനികളുടെ ബൈലോയിൽ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. പാരിസ്ഥിതിക്ക് കോട്ടം വരുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും വ്യാപൃതമാകാൻ സെക്ഷൻ 8 കമ്പനീസിന് പാടില്ല എന്നുള്ളത്. ഇതൊക്കെ നിലനിൽക്കെയാണ് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ തരത്തിലുള്ളതായിട്ടുള്ള കടുംകൈകൾ, പാതകങ്ങൾ NSSൻ്റെ നേതൃത്വം അരങ്ങേറുന്നത്. ഇതിനു വേണ്ടി മൗനമായി അതിൻ്റെ പുറകെ നിൽക്കുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ ആരും ഉണരുന്ന ലക്ഷണം കാണുന്നില്ല. ഉണർത്തേണ്ട ചുമതല സമുദായത്തിനാണ് എന്ന് മാത്രം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.